പ്രകൃതി ഒരുക്കിയ വഴിയിലൂടെ ഒഴുകിയ ഒരു പുഴ. ആ പുഴയിലെ ജലം എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് വ്യക്തമായ കണക്കുകൂട്ടലുകളുടെ ഭാഗമായി നടത്തിയ മനുഷ്യനിർമ്മിതിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നേച്ചർ പാത്ത് ഇന്നെത്തി നിൽക്കുന്നത്. ഇടുക്കി പീരുമേട് താലൂക്കിലെ ഉളുപ്പുണി ടണൽ, വെള്ളാരം ചിറ്റ ടണലെന്നും ഇതിനറിയപ്പെടുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞു നിർത്തിയ ഉളുപ്പുണി വെള്ളച്ചാട്ടത്തിന് തൊട്ടു സമീപത്താണ് ഈ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിലേക്കുള്ള ജീപ്പ് സഫാരിയിലെ 2 പ്രധാന പോയിന്റുകളാണ് ഉളുപ്പുണി വെള്ളച്ചാട്ടവും ടണലും. വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഈ ടണൽ കാഴ്ചക്കാർക്ക് മികച്ചൊരനുഭവം സമ്മാനിക്കുന്നു. ഞങ്ങളും ടണലിൻ്റെ വിശേഷങ്ങൾ തേടി ഇറങ്ങുകയാണ്. തണുത്ത വെള്ളം കാലിൽ തൊട്ടപ്പോൾ ശരീരം മുഴുവനും കുളിരു കോരിയിട്ടു. ഗുഹാമുഖത്തേക്ക് ഞങ്ങൾ നടന്നു നീങ്ങി. വിശാലമായ കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സാഹസിക യാത്ര പോലെ തോന്നിപ്പിക്കുന്ന അനുഭവമായിരുന്നു. വളരെ കൃത്യതയോടെ പണിതെടുത്ത ഗുഹയ്ക്കുള്ളിലൂടെ ഒരു തടസ്സവും കൂടാതെ വെള്ളം ഒഴുകുകയാണ്. വെള്ളം കുറവായതിനാൽ മാത്രം തുരങ്കത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചു. പൊട്ടിയ പാറയുടെ ചീളുകളും കുപ്പിച്ചില്ലുകളും ധാരാളമുള്ളതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ തുരങ്കത്തിലൂടെ നടക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, വെളിച്ചം കുറവായതുകൊണ്ട് തുരങ്കത്തിനുള്ളിലേക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ സാധിക്കാതെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ധാരാളം വിഷപ്പാമ്പുകൾ നിറഞ്ഞ ഒരു മേഖല കൂടിയാണിത്. ഞങ്ങൾ നോക്കി നിൽക്കെ ആ കൂട്ടത്തിലെ ഒരു വിരുതൻ ആഹാരം തേടി ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തോടെ നിൽക്കുന്ന മനുഷ്യരെ വകവയ്ക്കാതെ വെള്ളത്തിലൂടെ പാഞ്ഞെത്തി ഒരു മീനിനെയും പിടിച്ച് മടങ്ങിപ്പോയി. ഈ തുരങ്കത്തിൻ്റെ തുടക്കവും ഇതിൻ്റെ ചരിത്രവും അറിയണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് ഈ കാണുന്ന സ്ഥലത്താണ്. 2 ആറുകൾ സംഗമിക്കുന്ന സ്ഥലമാണിത്. വലതുവശത്തു കൂടി ഒഴുകിയെത്തുന്ന പുള്ളിക്കാനമാറും ഇടതുവശത്തു കൂടി ഒഴുകിയെത്തുന്ന കോട്ടമലയാറും ഇവിടെ വച്ച് കൂടിച്ചേരുന്നു. 2 ആറുകൾ കൂടിച്ചേരുന്ന സ്ഥലമായതുകൊണ്ട് ഇതിനെ കൂട്ടിയാറെന്ന് അറിയപ്പെടുന്നു. കൂട്ടിയാർ നേരെ ഒഴുകി ത്രിവേണി സംഗമം വഴി മലങ്കര അണക്കെട്ടിലാണ് എത്തിയിരുന്നത്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റും അധികം വെള്ളം ആവശ്യമായതിനാൽ കൂട്ടിയാറിലെ ജലം ഇടുക്കി ജലസംഭരണിയിലേക്ക് എത്തിക്കുവാൻ അധികൃതർ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി കൂട്ടിയാറിൽ നിന്നും ഒരു തുരങ്കം നിർമ്മിച്ച് വെള്ളം അതിലൂടെ ഒഴുക്കി ജലസംഭരണിയിൽ എത്തിക്കുവാനുള്ള ജോലികൾ ആരംഭിച്ചു. അങ്ങനെ 1996 തുരങ്കത്തിൻ്റെ പണികൾ തുടങ്ങി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്താതെ വളരെ കൃത്യതയോടെ വലിയ മലകൾ തുരന്ന് തുരങ്കത്തിൻ്റെ പണികൾ തീർന്നു. 2005 കമ്മീഷൻ ചെയ്ത ഈ തുരങ്കത്തിൻ്റെ ആകെ നീളം 3.9 കിലോമീറ്ററാണ്. ഉളുപ്പുണി തുരങ്കത്തിൻ്റെ തുടക്കം ഈ കാണുന്ന ഭാഗത്താണ്. ഇവിടെ നിന്നും പാഞ്ഞു തുടങ്ങുന്ന ജലമാണ് തുരങ്കത്തിലൂടെ ഒഴുകി ഉളുപ്പുണി വെള്ളച്ചാട്ടം വഴി എത്തുന്ന കപ്പക്കാനം ആറുമായി ലയിച്ച് ഇടുക്കി കുളമാവ് ഉൾപ്പെടെയുള്ള ജലസംഭരണിയിൽ എത്തിച്ചേരുന്നത്. തുരങ്കത്തിലേക്ക് വെള്ളം തിരിച്ചു വിടണമെങ്കിൽ ഒരു തടയണ അത്യാവശ്യമായിരുന്നു. അതിനാലാണ് ഈ കാണുന്ന തടയണ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചെക്ക് ഡാമിൽ അധികമായി എത്തുന്ന വെള്ളം മാത്രമേ ഈ തടയണ താണ്ടി മലങ്കര അണക്കെട്ടിൽ എത്തുകയുള്ളൂ. ഈ ചെക്ക് ഡാമും ടണലും നിർമ്മിക്കുന്നതിനായി എത്തിച്ച യന്ത്രസാമഗ്രികൾ പലതും തുരുമ്പെടുത്ത് നശിച്ചു. ഈ തുരങ്കത്തിൻ്റെ തുടക്കവും ഒടുക്കവും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതിൻ്റെ ചാരിതാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായ തുരങ്കത്തിൻ്റെ വിശേഷങ്ങളും പങ്കുവച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഉളുപ്പുണി വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട വെള്ളാരം കുന്നിലേക്ക്. ആ വെള്ളാരം കുന്നിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.